ഞാൻ മെൽബിൻ ഡി ലൈസിസ് സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ പ്രധാനമായിട്ടും നമുക്ക് നൽകുന്ന സന്ദേശം ലഹരിയുടെ വ്യാപനം വ്യക്തമാണ്. ഈ ലഹരിയുടെ കണ്ണികളെ തകർക്കുക, അതിനായിട്ട് ജാഗരൂകരായിരിക്കുക. ഇതാണ് നമുക്ക് ഈ ഒരു വർഷം നമുക്ക് നൽകുന്ന പ്രധാനമായിട്ടുള്ള ലഹരി വിരുദ്ധ സന്ദേശം. ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന എത്രത്തോളം അതിൻ്റെ വ്യാപനം നമ്മളിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ പത്രമാധ്യമങ്ങളിലൂടെയും ഇന്നത്തെ സംഭവങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെയും നമുക്ക് ഓരോരുത്തർക്കും അറിയുന്നതാണ്. എല്ലാ വ്യക്തികളിലേക്കും, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഈ ലഹരി വളരെയധികം എത്തുകയും അവരുടെ ജീവിതം തന്നെ നശിച്ചു പോകുന്ന രീതിയിൽ, അവരുടെ സമൂഹം തന്നെ നശിച്ചു പോകുന്ന രീതിയിലേക്ക് ലഹരി നമ്മളിലേക്ക് ആഴത്തിൽ പതിച്ചിരിക്കുന്നു. ഏതൊരു ലഹരിയും നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ കൈകളിലേക്ക് എത്തുക എന്നുള്ളൊരു അവസരവും അതിനുള്ള സാഹചര്യങ്ങളും ഇന്ന് നമുക്ക് നമ്മുടെ ഇന്നത്തെ എല്ലാ രീതിയിലുള്ള വളർച്ചയും കൊണ്ട് സാധ്യമായിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ഖേദകരമാണ്. ഈ ഒരു ലഹരിയുടെ വ്യാപനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം. പലപ്പോഴും ഇത്തരത്തിലുള്ള വ്യാപനം കണ്ട് അതിനെക്കുറിച്ച് അപലപിക്കുകയും നമ്മൾ ഭരണകൂടത്തെയും മറ്റുള്ളവരെയും കുറ്റപ്പെടുത്തുകയും മാത്രം ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ഇതിൻ്റെ ഉള്ളിലേക്ക് പെട്ടുപോവുകയാണ് എന്നുള്ള വസ്തുതയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും അറിയാൻ സാധിക്കും. അങ്ങനെ നമുക്ക് സാധ്യമാകുമ്പോൾ അവിടെ ഒരു ചോദ്യം നിലനിൽക്കുന്നു: നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെപ്പോഴും ലഹരിയെ അപലപിക്കുക എന്നുള്ളതിൽ നിന്ന് മാറി നമ്മുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. നമ്മുടെ നിയമവും നമ്മുടെ ഭരണകൂടങ്ങളും നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു അവസരം ഈ നിയമത്തെ നമുക്ക് ഉപയോഗപ്പെടുത്തി ഈ ലഹരിയുടെ വ്യാപനം തടയാം. ലഹരി എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തുക? അതിൻ്റെ സാധ്യത അതിൻ്റെ കണ്ണികളാണ്. അത് ഉപയോഗിക്കുന്നവരും തുടർന്ന് അത് മറ്റുള്ളവരിലേക്ക് വിതരണം ചെയ്യുന്ന ആളുകളും മറ്റും മാറുന്ന ആ ഒരു ശൃംഖല നമുക്ക് തകരണം. അത് തകർക്കാനായിട്ട് നിയമം അല്ലെങ്കിൽ നമുക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം വിചാരിച്ചാൽ സാധ്യമല്ല. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ അറിവുകൾ, ഇത്തരത്തിലുള്ള വ്യക്തികളെക്കുറിച്ചുള്ള വിവരങ്ങൾ, ഇത് നമുക്ക് നമ്മുടെ അടുത്തുള്ള നിയമവിഭാഗത്തിലേക്ക് നമുക്ക് കൈമാറാനുള്ള അവസരമുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇതിൻ്റെ കണ്ണികളെ അറുത്തെറിയാനും ഒപ്പം തന്നെ ഇതിൻ്റെ വ്യാപനം തടയുവാനും സാധിക്കും. അല്ലെങ്കിൽ ഇത് മാത്രമേ ഒരു സാധ്യതയായുള്ളൂ. അപ്പോൾ നമുക്ക് ഈ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ നമ്മുടെ അരികിലേക്ക് എത്തുന്ന ലഹരിയുടെ കരങ്ങളെ അറുത്തെറിഞ്ഞുകൊണ്ട് നമുക്കെല്ലാവർക്കും നല്ലൊരു നാളേക്കായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാം. അതിനായിട്ട് നമുക്ക് ഒത്തൊരുമിക്കാം.